ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി നാം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം മുവത്ത എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം അത് ചിട്ടപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. അപ്പൊ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, അല്ല ഇമാം മാലിക്, നിങ്ങൾ എന്തിനാണ് ഈ മുവത്ത എഴുതാൻ പോകുന്നത്, എന്തിനാണ്? അതിനുള്ള കാരണം, അന്ന് ഇമാം മാലിക് മുവത്ത എഴുതുമ്പോ അന്ന് മുവത്ത എന്ന പേരിൽ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഇമാം മാലിക് ഇന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ആ ഒരുപാട് പേരിൽ മുവത്ത എന്ന പേരിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ അന്നുണ്ട്. അപ്പൊ അന്നും ഇമാം മാലിക്കോട് ചോദിച്ചു, പിന്നെയും നിങ്ങൾ എന്തിനാണ് ഈ മുവത്ത എന്ന പേരിൽ കിതാബ് എഴുതാൻ പോകുന്നത്? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് പറഞ്ഞ മറുപടി, മാ കാന ലില്ലാഹി ബഖിയ, ഞാൻ അല്ലാഹുവിന് വേണ്ടിയാണോ അത് ചെയ്യുന്നത്, അത് നിലനിൽക്കും എന്നതാണ്. ഇന്ന് ഈ ലോകത്ത് എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും സ്ഥാപനത്തിലോ എവിടെയോ പഠിക്കുന്ന ഒരു ഇസ്ലാമിക വിദ്യാർത്ഥിയോട് നിങ്ങൾക്ക് ചോദിച്ചു നോക്കാം, മുവത്ത എന്ന കിതാബ് എന്ന് പേര് പറയുമ്പോൾ തന്നെ അവൻ പറയും ഇമാം മാലിക്കിന്റേതല്ലേ. മറ്റൊരു മുവത്തയും ഇന്ന് ലോകത്തില്ല. ഇന്ന് ലോകത്ത് മുവത്തകളെ കുറിച്ച് പഠനം നടത്തുകയും അതിനെപ്പറ്റി പ്രതിപാദിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥങ്ങളിൽ പോലും മുവത്ത എന്ന് പൂർണ്ണമായി ഇന്ന് നിലനിൽക്കുന്ന മറ്റൊരു ഗ്രന്ഥമില്ല. ചില പണ്ഡിതന്മാർ അവർക്ക് മുവത്ത എന്ന കിതാബ് ഉണ്ടായിരുന്നു എന്ന പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും ചില പണ്ഡിതന്മാരുടെ പേരുകളിൽ. അതല്ലാതെ മറ്റൊരു മുവത്തയും ഇന്ന് നിലനിൽക്കുന്നത്. ഇമാം മാലിക്കിന്റെ വാക്ക് എത്ര വളരെ ആപ്റ്റായിട്ടുള്ള വാക്കാണ് നമുക്ക് മനസ്സിലാക്കണം. ഇമാം മാലിക് അത് പടച്ചവന് വേണ്ടി ചെയ്തു. മാ കാന ലില്ലാഹി ബഖിയ, അള്ളാഹുവിന് വേണ്ടിയാണോ നമ്മൾ ചെയ്യുന്നത്? പിന്നെ അതിന്റെ അനന്തരഫലത്തെക്കുറിച്ച്, റിസൾട്ടിനെ കുറിച്ച്, അതിന്റെ സാധ്യതയെയും കുറിച്ച് അന്വേഷിക്കുകയും അതിനെ ഇങ്ങനെ വിലയിരുത്തുകയും ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ചെയ്യാനുള്ളത് ചെയ്യുക എന്നതാണ് നമ്മുടെ ബാധ്യത എന്നതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്.